ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. സ്ത്രീ ശാക്തീകരണത്തിന് എന്ന പ്രമേയം മുൻനിർത്തി നാടെങ്ങും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കരിവെള്ളൂർ കുണിയനിലെ ബി.ജെ.പി. പ്രാദേശിക നേതാവിന്റെ വീട് വളഞ്ഞ് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണിയനിൽ പ്രതിഷേധ യോഗം ചേർന്നു. കരിവെള്ളൂരിലും പരിസരങ്ങളിലുമുള്ളവർ കഴിഞ്ഞ കുറെ നാളുകളായി അജ്ഞാതന്റെ അക്രമ ഭീഷണിയിൽ. പ്രഭാത നടത്തത്തിനിറങ്ങുന്ന സ്ത്രീകളെ സ്കൂട്ടറിലെത്തുന്ന അക്രമി പ്രഹരമേൽപ്പിക്കുന്നതായി പരാതി. പ്രത്യേക അന്വേഷണ റിപ്പോർട്ടുമായി നെറ്റ്വർക്ക് ന്യൂസ് ടീം. ഇന്ന് ലോക സംഗീത ദിനം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് സ്നേഹപൂർവ്വം നൽകിയ പഴയൊരു സംഗീതോപകരണം നിധി പോലെ കാത്ത് സ്വന്തം നിലയിൽ പരിഷ്കരിച്ച് സൂക്ഷിച്ച് മജീഷ്യൻ കൂടിയായ അന്നൂരിലെ പി. പത്മരാജ്. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. ഭാരതത്തിൽ ഉത്ഭവിച്ച പ്രാചീനമായ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു പരിശീലനമാണ് യോഗ. യോഗ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ശരീരത്തിന്റെയും ബോധത്തിന്റെയും ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രായഭേദമന്യേ ഏവർക്കും അഭ്യസിക്കാവുന്ന ഒന്നാണ് യോഗ. എല്ലാ വർഷവും ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. യോഗ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനായാണ് ഈ ദിനം ആചരിക്കുന്നത്. 2014 സെപ്റ്റംബർ 27-ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് യോഗാ ദിനം എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ചത്. 2015-ലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു തുടങ്ങിയത്. 8 വിഭാഗങ്ങളാണ് യോഗയ്ക്കുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണവ. ഇതിൽ ആദ്യത്തെ 4 ശരീരവും മനസ്സും പുഷ്ടിപ്പെടുത്തുന്നതിനാണ്. വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശാരീരികമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ പ്രയോജനകരമാണ്. രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കരിവെള്ളൂർ കുണിയനിലെ ബി.ജെ.പി. പ്രാദേശിക നേതാവായ സലോറ ബാലനെ വീട് വളഞ്ഞ് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണിയനിലെ ബാലന്റെ വീട്ടിൽ പ്രതിഷേധ യോഗം ചേർന്നു. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
കരിവള്ളൂർ കുണിയനിലെ BJP മണ്ഡലം കമ്മിറ്റി അംഗം സലോറ ബാലന്റെ വീട്ടിൽ ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ CPM പ്രവർത്തകർ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുന്ന പ്രവർത്തകരെയും അവരുടെ വാഹനങ്ങളെയും ആക്രമിച്ചതായുമാണ് പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തുടർന്ന് വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തെത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണിയനിലെ ബാലന്റെ വീട്ടിൽ പ്രതിഷേധ യോഗം ചേർന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല. അത്തരം ഒരു സാധാരണ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം അത് നടത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ ഉണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ സമയത്താണ് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ പ്രദേശത്തുള്ള കുറേ ജനങ്ങൾ സംഘത്തിൽപ്പെട്ട ആളുകൾ അവരിവിടെ വന്ന് വീട് കളയുക, യോഗം നടത്തുന്ന ആളുകളെ ബന്ദികളാക്കുക. BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പാനക്കിയിൽ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കഴിഞ്ഞ കുറെ നാളുകളായി അജ്ഞാതന്റെ അക്രമ ഭീഷണിയിലാണ് കരിവെള്ളൂരിലും പരിസരങ്ങളിലുമുള്ളവർ. പ്രഭാത നടത്തത്തിനിറങ്ങുന്ന സ്ത്രീകളെ സ്കൂട്ടറിലെത്തുന്ന അക്രമി പ്രഹരം ഏൽപ്പിക്കുന്നതായാണ് പരാതി. നെറ്റ്വർക്ക് ന്യൂസ് ടീമിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട്. റിപ്പർ ചന്ദ്രൻ, ബ്ലാക്ക്മാൻ, അജ്ഞാത ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും അതൊക്കെ അങ്ങ് ദൂരെയല്ലേ എന്നൊരു സമാധാനം പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ നമുക്ക് തൊട്ടടുത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അറിയാതെ വന്നു പൊതിയുന്ന ഒരു ഭീതിയുണ്ട്. ആ ഭീതിയുടെ നിഴലിലാണിപ്പോൾ കരിവെള്ളൂർ പെരളം നിവാസികൾ. സമയം പുലർച്ചെ 5 മണിക്കും 6:30ക്കും ഇടയിൽ. പതിവ് പോലെ കരിവെള്ളൂരിലും പരിസരങ്ങളിലുമുള്ള സ്ത്രീകൾ യാതൊരു സുരക്ഷാ ഭീതിയുമില്ലാതെ പ്രഭാത സവാരിക്കിറങ്ങുന്നു. ഈ സമയം നോക്കി തന്റെ ഇരുചക്ര വാഹനത്തിൽ അക്രമിയും എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും നടക്കാനിറങ്ങിയ സ്ത്രീകളെ ലാക്കാക്കിക്കൊണ്ട്. ദൂരെ നിന്ന് വാഹനം വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന സ്ത്രീകൾ വാഹനത്തിന് സുഖമായി പോകാനായി റോഡിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ തൊട്ടടുത്തെത്തുന്ന അക്രമി ഞൊടിയിടയിൽ പ്രഹരമേൽപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സ്ത്രീകൾ മനസ്സിലാക്കും മുൻപ് തന്നെ തന്റെ ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഒരു വണ്ടി ഇങ്ങനെ വരുന്നു, നമ്മ 5 ആളുണ്ടായിന്. പിന്നെ വണ്ടി ബാക്കിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി, 2 ആൾ ഒരു ഭാഗത്തേക്ക് 3 ആൾ ഒരു ഭാഗത്ത് അങ്ങനെ പോയി. അപ്പം ഇവൻ സൈഡിലേ വന്നിട്ട് പെട്ടെന്നാണ് ബാക്കിലടിച്ചിട്ട് പോകുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഞെട്ടിയിട്ടൊന്നും പറയാൻ വരെ പറ്റുന്നുണ്ടായിട്ട എന്നാണ് സംഭവം. പിന്നെ പറയുമ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ വണ്ടി പോയി. കുറെ നാളുകളായി പെരളത്തും പരിസര പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അജ്ഞാതന്റെ അക്രമം ഇങ്ങനെയൊക്കെയാണ്. വർഷങ്ങളായി ഈ പ്രദേശത്ത് സ്ത്രീകൾ പ്രഭാത സവാരിക്കായി ഇറങ്ങുന്നുണ്ട്. ഒറ്റയ്ക്ക് പോലും സഞ്ചരിക്കാൻ ഭയപ്പെടേണ്ടാത്ത നാട്. അവിടെയാണ് ഇത്തരം അനുഭവം എന്നത് ഈ നാടിനെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തി. ഏപ്രിൽ 17 നടക്കാൻ തുടങ്ങി. ഒരു 6-7 ആളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കുറച്ച് സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ 3 പേരാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജൂൺ 1-നാണ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് തെല്ലിട്ടത്. അങ്ങനെയല്ലോ. അപ്പോൾ അതിനു മുന്നേ വേറെ ആർക്കെങ്കിലും അടി കിട്ടി എന്നുള്ളത് അറിഞ്ഞിട്ടപ്പോൾ നിങ്ങൾ ഭയത്തിലായിരുന്നോ നടന്നത്? ചെറിയൊരു ഭയം ഉണ്ടായി, ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോയില്ലേ. അപ്പോൾ ഒരു മോഷണ ശ്രമം അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മോഷണ ശ്രമം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അടിച്ചിട്ട് പോവുകയായിരുന്നു ബാക്കിൽ. പെണ്ണങ്ങനെ ആൺതുണയില്ലാതെ ഇറങ്ങി നടക്കേണ്ട എന്ന അഹന്തയാണോ, അതോ ആ വ്യക്തിയുടെ ഒരു മാനസിക വൈകൃതം മാത്രമാണോ ഇതിനു പിന്നിൽ എന്നത് ഇനിയും വ്യക്തമല്ല. കറുത്ത് കൊളുന്നനെയുള്ള ഒരു മനുഷ്യൻ. ഏറെക്കുറെ 30-നോടടുത്ത് മാത്രമേ പ്രായമുണ്ടാകാൻ സാധ്യതയുള്ളൂ.
മുഖം മറക്കാൻ ഹെൽമറ്റും ശരീരഭാഗങ്ങൾ മറക്കാൻ മഴക്കോട്ട് പോലുള്ളവയും ധരിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ സാധാരണ വേഷത്തിലും ഹെൽമറ്റ് മാത്രം ധരിച്ച് ഇയാൾ വരാറുണ്ടത്രേ. പ്രതി സ്ത്രീകളുടെ ഷോൾഡറിൽ ഇടിച്ചാൽ കണങ്കാൽ വരെ ആ വേദന പരന്നിറങ്ങുന്നു എന്നാണ് എല്ലാവരും നമ്മളോട് ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഇത്രയും ക്രൂരനായൊരു പ്രതി ഇവിടെ യഥേഷ്ടം സ്വതന്ത്രനായി നടക്കുമ്പോഴും പോലീസുകാർ അല്ലെങ്കിൽ മറ്റധികാരികൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഇനിയും ബാക്കി. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ തങ്ങൾക്ക് പ്രഹരമേറ്റത് എങ്ങനെയെന്ന് മനസ്സിലായതേയില്ല. നമ്മൾ 4 ആൾ നടക്കുന്നുണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ഒരാളെ വീട് കുറച്ചിങ്ങോട്ട് അവർ തിരിച്ചു വന്ന സമയത്ത് അവരടിച്ചു. പിന്നെ നമ്മൾ അത്ര ഇതാക്കിയിട്ടാണ് ഇങ്ങനത്തെ ഇതാന്ന് വിചാരിച്ചു. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞ സമയത്ത് നമ്മൾ 3 ആൾ നടക്കുന്ന സമയത്ത് പിന്നെ ഒരു വണ്ടി സൈഡിന് പോയിനി. അപ്പോൾ എന്തോ ഒരു സൈലൻസറിന്ന് ഒരു ഒച്ച ഇതാവുന്ന പോലെ തോന്നിയിനി. എന്നിട്ട് അപ്പോൾ ആ വണ്ടി കുറച്ച് വീഴാനാവും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെക്കന് എന്തോ പറ്റി, പിന്നെ ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കൂടിയിലവർ പറഞ്ഞു അടിച്ചതാണെന്ന്. അപ്പോൾ അത്ര നമുക്ക് മനസ്സിലായിട്ട് ഈ വണ്ടി സൈലൻസറിന്ന് പൊട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു കൈ ഇളക്കിയോണ്ടായിരിക്കും വീഴാനായി. ഇപ്പം നമ്മ നല്ലതല്ലേ വിചാരിക്കുന്നില്ലോ. ഞാൻ പറഞ്ഞു ആ മോനിപ്പോൾ വീഴും. അപ്പോൾ ചെറിയൊരു കണ്ട അധികം പ്രായമൊന്നുമില്ല. ചിലപ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ അറിയാതെ കൈ തട്ടിയതാകാമെന്നും കരുതിയവരുണ്ട്. എന്നാൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ദിനംപ്രതി കൂടി വന്നപ്പോൾ പരാതിപ്പെടുന്നവരുടെ എണ്ണവും കൂടി. അപ്പോൾ മാത്രമാണ് അജ്ഞാതന്റെ അക്രമത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് സാധാരണ എപ്പോൾ നടക്കാൻ പോകുന്നത് അതുപോലെ നടക്കാൻ പോകുമ്പോൾ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ 5 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. 5 മണിക്ക് ഇറങ്ങി 5:03 അങ്ങനെ ആയി കാണും. അന്നേരം എൻ്റെ നേരെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ സൈഡിലേക്ക് കൂടി നല്ല സ്പീഡിൽ അങ്ങ് ചീറി അങ്ങ് പോകുന്നുണ്ട്. പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംശയം തോന്നിയതിൻ്റെ പേരിൽ അവിടെ കുറച്ച് അങ്ങോട്ട് എത്തി. ഞാനിങ്ങനെ അതൊരു പേടിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തി ഒന്ന് വണ്ടി വളക്കുമ്പം എനിക്ക് തോന്നി എൻ്റെ ബാക്കിലാണോ ഈ വണ്ടി വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് മുമ്പിലോട്ട് നടന്നിട്ട് ഒന്ന് മെല്ലെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു 1.5 മീറ്റർ ദൂരത്തിൽ ഒരു വണ്ടി അവിടെ കാണുന്നു. പിന്നെ ഞാൻ മുമ്പിലോട്ട് നടക്കുമ്പോൾ അത് എൻ്റെ ബാക്കിൽ തന്നെ വന്ന് ഒന്ന് എൻ്റെ അരുവത്തെത്തുമ്പോൾ ഞാൻ ലേശം ഇങ്ങനെ മാറുമ്പോൾ എൻ്റെ കൈക്കടിച്ച് എൻ്റെ ഫോണങ്ങ് തെറിച്ച് അങ്ങ് വീണു. വീണ്ടും അത് നേരെ മുമ്പിലോട്ട് പോയി കുറച്ചങ്ങ് സ്കൂളിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് വീണ്ടും അത് എൻ്റെ നേരെ തന്നെ തിരിച്ചിങ്ങോട്ടെന്നെ വന്ന് എന്നെ ചെയ്യാൻ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വന്നു. ഞാൻ കുറച്ചങ്ങോട്ട് ഒന്ന് മാറി അങ്ങ് പോയി. തുടർന്ന് ഇവർ പോലീസിലും പരാതി നൽകി. പോലീസും നാട്ടുകാരും ചേർന്ന് പ്രദേശത്തെ CCTVകളൊക്കെ ആ ഘട്ടത്തിൽ പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും വലിയ ലൈറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നൊന്നും തന്നെ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരമൊരു ക്രൈം നടത്താൻ വരുമ്പോൾ അയാൾ ബോധപൂർവം നമ്പർ പ്ലേറ്റ് മറച്ചുപിടിച്ചതുമാകാം. നമ്മൾ ആദ്യമായിട്ട് നടക്കാൻ പോയത് പിന്നെ ഏപ്രിൽ 16-നാണ്. 17-ന് നടക്കാൻ പോയി. 18-ന് രാവിലെയാണ് മോളെ ആദ്യമായിട്ട് അടിക്കുന്നത്. മോളെ അടിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ 4 ആളുണ്ടായിരുന്നു നടക്കാൻ. 4 ആളിൽ ഞങ്ങൾ 3 ആൾ മുമ്പോട്ട്, അതായത് മോളെ വീട് വഴിക്കാണ്. അന്നേരം അവൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് ഞങ്ങളൊപ്പരം വന്നിട്ട് അവൾ തിരിച്ച് അങ്ങോട്ട് ഒറ്റക്ക് പോയി. ആ ഒറ്റക്ക് പോകുന്ന സമയത്താണ് മോളെ അടിക്കുന്നത്. അത് സെക്കൻഡ് കൊണ്ട് അടിച്ചു. അത് 3 മിനിറ്റ് കൊണ്ട് സാമിക്കിലെത്തി. ആ വണ്ടി സാമിക്കിൽ CC ക്യാമറ ഉണ്ട്. അതിൽ നോക്കിയപ്പോൾ ഒരു മിന്നൽ പോലെ പോകുന്നത് കാണുന്നുണ്ട്. ആളെ തിരിയോ വണ്ടിയുടെ നമ്പർ കാണുകയൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് അടിക്കുന്നത്. കൂട്ടമായി നടക്കുന്ന സ്ത്രീകളെയും അക്രമി വെറുതെ വിടാറില്ല. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രഹരമേറ്റു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും മുൻപ് തന്നെ അക്രമി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നതെന്നും അക്രമത്തിന് ഇരയായവർ പറയുന്നു. ചെറുതായി അടിക്കുന്നതല്ല, മറിച്ച് വലിയ ശബ്ദത്തോടുകൂടി കണങ്കാൽ വരെ പടരുന്ന വേദന സമ്മാനിക്കുന്ന പ്രഹരമാണ് അക്രമി ഏൽപ്പിക്കുന്നതെന്ന് അക്രമത്തിനിരയായവർ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ കുറേ പേര് ഒരുമിച്ച് നടന്നു പോകുന്നുണ്ടായത്. തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റക്കായി. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു ബൈക്ക് വന്ന്, ഒരു സ്കൂട്ടി വന്ന് അതിൽ നിന്നൊരാൾ ശക്തമായിട്ട് കൈക്കടിച്ചു. അപ്പോൾ കയ്യിലടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ പൊട്ടിക്കാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട്
ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും കേട്ടപ്പോഴാണ് മനസ്സിലായത് അതായിരുന്നില്ല ആ വ്യക്തിയുടെ ഉദ്ദേശം എന്നുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും വേണ്ടത്ര ജാഗ്രത ഈ സംഭവത്തിൽ പോലീസോ മറ്റധികാരികളോ നൽകുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. നാളെ ചിലപ്പോൾ മാരകായുധങ്ങളുമായിരിക്കാം പ്രതി വരുന്നത്. പിന്നീട് വരുന്ന ദുരന്തത്തിന് ആര് ഉത്തരവാദിത്തം പറയും? നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി അർജുനൊപ്പം KN വർഷ. കാത്ത് ലാബുകൾ പ്രവർത്തനരഹിതമായതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാവുന്നു. ശനിയാഴ്ച ഉച്ചയോടെ B കാത്ത് ലാബ് പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് അറിയിച്ചു. 150 രോഗികളെ കിടത്താൻ സൗകര്യമുള്ള ആശുപത്രിയിൽ 126 പേരാണ് അഡ്മിറ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള 55 രോഗികളെ ഇതിനകം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചികിത്സ ആവശ്യമുള്ള 71 രോഗികൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയുന്നുണ്ട്. 1 വർഷത്തിലേറെയായി അടച്ചിട്ട B കാത്ത് ലാബിൽ 20 ടൺ AC സ്ഥാപിക്കാനുള്ള പ്രവൃത്തി നടന്നു വരികയാണ്. പുതുതായി 2 1.5 ടൺ ACകൾ ഘടിപ്പിച്ച് ഈ കാത്ത് ലാബ് ശനിയാഴ്ച ഉച്ച മുതൽ പ്രവർത്തിക്കുമെന്നും അടിയന്തര ശസ്ത്രക്രിയ മാത്രമേ ഇവിടെ ചെയ്യുകയുള്ളൂ എന്നും ജൂൺ 30-ന് C കാത്ത് ലാബ് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. 3 കാത്ത് ലാബുകളും പണിമുടക്കിയതോടെ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം നടന്നു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ആദ്യമായി KSU MSF യൂണിറ്റുകൾ രൂപീകരിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലാണ് പത്രികാ സമർപ്പണം നടന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി KSU യൂണിറ്റ് രൂപീകരിച്ചത്. 1993-ൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ 30 വർഷമായി ഇവിടെ SFI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 29-ന് മെഡിക്കൽ കോളേജ് യൂണിയനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 20 മുതൽ 22 വരെയാണ് സമയം നിശ്ചയിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തളിപ്പറമ്പ് DYSP P പ്രമോദിന്റെയും ചെറുപുഴ ഇൻസ്പെക്ടർ TP ദിനേശന്റെയും തളിപ്പറമ്പ് പയ്യന്നൂർ ഇരിട്ടി സബ് ഡിവിഷനുകളിൽ നിന്നായി 100-ലേറെ പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു. രാവിലെ തന്നെ ഇരുവിഭാഗം പ്രവർത്തകരും അക്കാദമി ബ്ലോക്കിന് സമീപമെത്തി. KSU MSF സഖ്യം മുഴുവൻ സീറ്റുകളിലും പത്രിക നൽകി. SFI സ്ഥാനാർത്ഥികളും പത്രിക നൽകിയിട്ടുണ്ട്. അക്കാദമി ബ്ലോക്കിന് സമീപം ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായപ്പോൾ പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലൂടെയാണ് സംഘർഷം ഒഴിവാക്കാനായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ന് ലോക സംഗീത ദിനം. സംഗീതത്തെ സ്നേഹിക്കുന്ന പലരും പഴയ സംഗീതോപകരണങ്ങളെ നിധി പോലെ കാത്തുവെക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് സ്നേഹപൂർവ്വം നൽകിയ പഴയൊരു സംഗീതോപകരണം സ്വന്തം നിലയിൽ പരിഷ്കരിച്ച് സൂക്ഷിക്കുകയാണ് മജീഷ്യൻ കൂടിയായ അന്നൂരിലെ P പത്മരാജ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും കണ്ടുവരുന്ന ഒരു തന്ത്രവാദ്യമാണ് ബുൾബുൾ തരംഗ്. ഇതിന്റെ മെലഡി കീകൾക്ക് ഒരു പിയാനോയുടെ കീകളോട് സാമ്യമുണ്ട്. അന്നൂർ സ്വദേശിയും ടൈപ്പ് റൈറ്റർ മെക്കാനിക്കും അതിനെല്ലാം ഉപരി മജീഷ്യനുമായ P പത്മരാജിന്റെ കയ്യിലുണ്ട് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു ബുൾബുൾ തരംഗ്. മാജിക് ഷോ കണ്ട് ഇഷ്ടപ്പെട്ട ഉടുപ്പി സ്വദേശിയായ ഒരു സുഹൃത്ത് 8 വർഷം മുമ്പ് സ്നേഹപൂർവ്വം നൽകിയതാണ് ഇദ്ദേഹത്തിന്റെ ഏറെ പഴക്കമുള്ള ഈ ഉപകരണം. കാലപ്പഴക്കം കൊണ്ട് കീകൾ പോലും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു പത്മരാജന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇൻസ്ട്രുമെന്റ്. ടൈപ്പ് റൈറ്റർ മെക്കാനിക്കായ പത്മരാജ് ഇതിന് ടൈപ്പ് റൈറ്റിന്റെ കീകൾ ഘടിപ്പിച്ചു. പിന്നെയും ചില അറ്റകുറ്റപ്പണികൾ നടത്തി. മനോഹരമായി വായിക്കാനും പഠിച്ചു. ഇത് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെയുള്ളൊരു സാധനം രാമോജി ഫിലിം സിറ്റിയിലെ, ഞാനൊരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഞാൻ ക്ലബ് മഹീന്ദ്ര എന്ന് പറഞ്ഞ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഒരു പ്രോഗ്രാമിനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ പഴകിയ കുറേ സാധനങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു സാധനം കാണുകയും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിന് ഒരു കീബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ടൈപ്പ് റൈറ്റർ മെഷീൻ്റെ ടെക്നീഷ്യൻ ആയതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കീബോർഡ് കൂട്ടിച്ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ സാധനം. സംഗീതത്തിലെ മജീഷ്യന്മാരായ ബാബുരാജും രാഘവൻ മാഷുമെല്ലാമാണ് യഥാർത്ഥ മജീഷ്യനായ പത്മരാജന്റെ ഹീറോകൾ. എന്തും പഠിച്ചെടുക്കാമെന്ന മനസ്സും കൂട്ടിനുണ്ട്. പിന്നെ എന്തിനു ഭയക്കണം?
സംഗീതം പോലെ ജീവിതവും മുന്നോട്ട്. ഭാരതിയാണ് ഭാര്യ, പ്രിയ, നിത്യ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിയാരം പൊന്നുരുക്കിപ്പാറ പൊള്ളാളത്തെ ഭവാനി സർവശാലയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തി. ചുരുങ്ങിയ ചെലവിൽ താമസിക്കുവാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒഴിവു ദിനങ്ങൾ ആസ്വദിക്കുവാനും ആയുർവേദ ചികിത്സ നടത്തുവാനും യോഗ, കൃഷിരീതികൾ എന്നിവ പഠിക്കുവാനുമുള്ള സൗകര്യം സർവകലാശാലയിൽ ഒരുക്കി വരികയാണ്. ഗ്രന്ഥശാല, വൈദ്യശാല, ഔഷധശാല, ഭോജനശാല, യോഗശാല, ജൈവശാല, ഗോശാല എന്നീ 7 ശാലകളുമായി ബന്ധപ്പെട്ട് പരിയാരം, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തുകളിലായി 20 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സംരംഭമാണ് ഭവാനി സർവകലാശാല. സർവകലാശാലയുടെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം വൈകാതെ തുടങ്ങുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP അഭിജിത്ത് പറഞ്ഞു. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ ചികിത്സ നമ്മുടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ, കൃഷിരീതികൾ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വന്നാൽ ഉല്ലസിക്കാനുള്ള മറ്റുള്ള സംവിധാനങ്ങൾ, ഇനി അസുഖമില്ലാത്തവർക്കായാൽ പോലും വരിക, പിന്നെ അവർക്ക് അവരുടെ ഒഴിവ് ദിവസങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ 20 ഏക്കറുള്ള വിശാലമായ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വിവിധ സെഷനുകളിലായാണ് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ നടന്നത്. ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ആദ്യ സെഷനിൽ ഭദ്രദീപം കൊളുത്തി. ശാലകൾ ഉൾക്കൊണ്ടൊരു സ്ഥാപനമായിട്ട് ഇത് ഇവിടെ ലോകാർപ്പണം ചെയ്യുന്നു. വൈദ്യശാല, യോഗശാല, ഗോശാല, ഭോജനശാല, വായനശാല ഇങ്ങനെ 7 ശാലകളുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇത് തുടങ്ങുന്നത് വളരെ ഒരു സന്തോഷമായ വിഷയമാണ്. തുടർന്നുള്ള സെഷനിൽ ഹരിപ്രസാദ് വർമ്മരാജ, യോഗാചാര്യ ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ, ഡയറക്ടർ EV തമ്പാൻ, ഷീജ തമ്പാൻ, ഡോക്ടർ VV ഗോപിക, പ്രജീഷ് മല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസാദ് മുള്ളൂൽ, രസിത എന്നിവർ ആർട്ട് ഓഫ് ലിവിംഗ് ക്ലാസിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ രാമപുരം പാലത്തിന്റെ അനുബന്ധ റോഡിലെ വിള്ളൽ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പാലത്തിനു മുകളിലുള്ള വിടവിലെ ടാറിംഗ് ഇളകി താഴ്ന്ന നിലയിലാണ്. പാലത്തിനു മുകളിലുള്ള ടാറിംഗ് ഇളകിപ്പോയതും താഴ്ന്ന നിലയിലുമാണുള്ളത്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിച്ചുവെങ്കിലും ഇരുപാലങ്ങളെയും വാഹനങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. രാമപുരം പഴയ പാലത്തിലൂടെ പിലാത്തറയിലേക്കും പുതിയ പാലത്തിലൂടെ പഴയങ്ങാടി ഭാഗത്തേക്കുമാണ് വാഹനങ്ങൾ പോകുന്നത്. ദേശീയപാത വികസന പ്രവൃത്തി നടക്കുന്നതിനാൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. വലിയൊരു അപകടം വരുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ രാമപുരം പാലത്തിന് മുകളിൽ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയാൽ ഈ വാഹനയാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഓട്ടോ, 2 വീലർ ഇവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് കൂടുതൽ ടാറിംഗ് ഇളകാനും സാധ്യതയുണ്ട്. അറ്റകുറ്റപ്രവൃത്തികൾ നടത്തി തുറന്നു കൊടുത്തത് മുതൽ പാലത്തിൽ വിള്ളൽ രൂപപ്പെടുന്നുണ്ട്. അനുബന്ധ റോഡിലെ വിള്ളൽ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംഗീതമഴയിൽ കുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ഓഡിറ്റോറിയത്തിന് പുറത്ത് തകർത്തു പെയ്ത മഴ അറിഞ്ഞതേയില്ല. ലോക സംഗീത ദിനത്തിന്റെ ഭാഗമായി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടൻ പാട്ടും തകിലുമിട്ട താളത്തിൽ വിദ്യാർത്ഥികൾ നൃത്തം ചവിട്ടിയത്. സംഗീത ദിനമായ ജൂൺ 21 ലോകമെങ്ങും ആഘോഷിക്കുമ്പോൾ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ പ്രമുഖ നാടൻപാട്ട് കലാകാരനും സിനിമ പിന്നണി ഗായകനുമായ ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും ഒരുക്കിയ സംഗീത വിരുന്ന് കുട്ടികളും അധ്യാപകരും അനധ്യാപകരും ആവോളം ആസ്വദിച്ചു. ഫോക്ലാൻഡ്, ഡോർക്കെറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് നാടൻപാട്ടും വാദ്യോപകരണങ്ങളുടെ പരിചയപ്പെടുത്തലും നടന്നത്. മയിലാട്ടം, കരകാട്ടം ഉൾപ്പെടെ നിരവധി നാടൻ നൃത്തങ്ങളും അവതരിപ്പിച്ചപ്പോൾ പാട്ടിനൊത്ത് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപികമാരും നൃത്തം ചവിട്ടി. കരയിലേക്ക് ഒരു കടൽ ദൂരം, ലിവിംഗ് ടുഗദർ തുടങ്ങിയ ചിത്രങ്ങളിൽ നാടൻപാട്ട് ആലപിച്ചിട്ടുള്ള ജനാർദ്ദനൻ
BA ഹിസ്റ്ററിയിൽ ബിരുദവും നാടൻപാട്ടിൽ അഗാധ ജ്ഞാനവുമുണ്ട്. തന്റെ മുത്തച്ഛൻ ആലപിച്ചിരുന്ന ഉടുക്കുപാട്ടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ജനാർദ്ദൻ പുതുശ്ശേരി ഈ രംഗത്തേക്ക് എത്തിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ശിഹാബും സംഗീത ദിനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, S മനോജ്, K പ്രകാശ്, VK ശശികല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ക്രിക്കറ്റ് റിപ്പോർട്ട്. യോഗാ ദിനത്തോടനുബന്ധിച്ച് കുന്നരു ടാഗോർ വായനശാല ഓഡിറ്റോറിയത്തിൽ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. പരിപാടി തുടങ്ങിയതിന് ശേഷം ഏറ്റവും നന്നായ രീതിയിലേക്ക് അത് ഏറ്റെടുക്കുകയും നമ്മുടെ സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായ നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ആയുർവേദ ഡിസ്പെൻസറിയുടെ കീഴിൽ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രയാസപ്പെടുന്നവരിലേക്കാണ് ഈ ഒരു പരിപാടി നമ്മൾ എത്തിക്കണമെന്ന നിലയിലേക്ക്. 10ാം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് യോഗ പ്രദർശനം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സുനിത AV, ദിനേശൻ KP, ബിന്ദു നീലകണ്ഠൻ, ഖാദർ KC, ലിജി VP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന CV ദാമോദരൻ അനുസ്മരണം കുഞ്ഞിമംഗലത്ത് നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന CV ദാമോദരന്റെ 3ാം ചരമവാർഷിക ദിനാചരണം CPIM കുഞ്ഞിമംഗലം സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ആണ്ടാങ്കോവൽ കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. കണ്ടംകുളങ്ങരയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചതും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം കേവലം ഈ സുഗമമായ പരിസ്ഥിതിയിൽ മാത്രമായിരുന്നില്ല. ഞാൻ അല്പം പഴയ ചരിത്രത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാർട്ടി പിറന്നത് 1920-ലാണ്. അന്ന് സോവിയറ്റ് യൂണിയനിലെ ഒരു ചെറിയ പട്ടണമായിട്ടുള്ള താഷ്കെൻഡിൽ വെച്ചാണ് പാർട്ടി രൂപീകരിക്കുന്നത്. നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. KV വാസു അധ്യക്ഷനായി. മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, AV രവീന്ദ്രൻ, MV രാജീവൻ, V ശങ്കരൻ, U ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. JCI ഇന്ത്യ മേഖല 19ലെ എമർജിംഗ് ഓണ്ടർപ്രണർ അവാർഡിന് ലസാറോ അക്കാദമിയുടെ ഡയറക്ടർ ജോബി KP തിരഞ്ഞെടുക്കപ്പെട്ടു. JCI ഇന്ത്യ നാഷണൽ പ്രസിഡന്റ് രാകേഷ് ശർമ്മ അവാർഡ് നൽകി ആദരിച്ചു. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന മേഖലാ പ്രവർത്തക സമ്മേളനത്തിൽ വെച്ച് JCI ഇന്ത്യ നാഷണൽ പ്രസിഡന്റ് രാകേഷ് ശർമ്മ അവാർഡ് നൽകി ആദരിച്ചു. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് രജീഷ് ഉദുമ, നാഷണൽ ഭാരവാഹികളായ നജിൽ നാരായണൻ, JCI അലുമിനി ക്ലബ്ബ് മുൻ ദേശീയ അധ്യക്ഷൻ എഞ്ചിനീയർ പ്രമോദ് കുമാർ, മുൻ JCI ദേശീയ ഉപാധ്യക്ഷന്മാരായ വാസുദേവൻ, അഡ്വക്കേറ്റ് ജോമി ജോസഫ്, ജെയ്സൺ തോമസ് എന്നിവർ പങ്കെടുത്തു. മേഖലാ സമ്മേളനത്തിന് ചെറുപുഴ ചാപ്റ്റർ ആതിഥേയത്വം വഹിച്ചു. മേഖലാ സെക്രട്ടറി ധനേഷ് നന്ദി അറിയിച്ചു. ഏവിയേഷൻ, ലോജിസ്റ്റിക്, പാരാമെഡിക്കൽ, എഡ്യൂക്കേഷൻ മേഖലകളിലെ മികച്ച കോഴ്സുകളുമായി ലസാറോ അക്കാദമിയെ നയിക്കുന്നതിൽ ജോബി KPയുടെ അർപ്പണബോധത്തിനും നൂതനമായ സമീപനത്തിനും തെളിവാണ് ഈ അവാർഡ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓരോ ചക്കയും ഫലപ്രദമായി ഉപയോഗിക്കപ്പെടാൻ പരിശ്രമിച്ച് ചക്കക്കൂട്ടം. പാഴായി പോകുന്ന ഫലവർഗ്ഗങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ചെടുക്കുന്നതിനുള്ള പരിശീലന ക്യാമ്പ് തീർത്തലിയിൽ നടന്നു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് വട്ടമല ഉദ്ഘാടനം ചെയ്തു. പാഴായി പോകുന്ന പഴങ്ങളും പച്ചക്കറികളും ശേഖരിച്ച് അത് വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം സൂക്ഷിച്ച് നാട്ടിൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ പരിശീലനം തീർത്തല്ലി വ്യാപാര ഭവനിൽ നടന്നു. ഉദ്ഘാടന യോഗത്തിൽ നാച്ചുറൽ മലബാർ ഫ്രൂട്ട്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ TV ജോൺ അധ്യക്ഷത വഹിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് വട്ടമല ചക്ക മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ടോമിയ ഡാറ്റയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീർത്തല്ലി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാരിക്കാട്ടിൽ, സജി മാത്യു എന്നിവർ സംസാരിച്ചു. ചക്കക്കൂട്ടം സ്ഥാപകനും സംസ്ഥാന ഡയറക്ടറുമായ അനിൽ ജോസ് ക്ലാസിന് നേതൃത്വം നൽകി. ഏതു സമയത്തും ഫലം തരുന്നതും ഏറെ രുചികരവുമായ അതിശയ ജാക്ക് എന്ന ചക്ക ഇനത്തെക്കുറിച്ച് തങ്കച്ചൻ വിശദീകരിച്ചു. ഏവർക്കും അതിശയ ജാക്കിന്റെ ചുള ഭക്ഷിക്കാനും നൽകി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരാണ് ക്ലാസിൽ പങ്കെടുത്തത്.
നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് ഡോക്ടർ മുരളി മോഹൻ വിദ്യാരംഗം ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നോവലിസ്റ്റ് ഡോക്ടർ മുരളി മോഹൻ നിർവഹിച്ചു. ചടങ്ങിൽ കുട്ടികൾ തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് സമാഹാരം പ്രകാശനം ചെയ്തു. പ്രധാനാധ്യാപിക T സരള, PTA പ്രസിഡന്റ് PV താജുനിസ, M ധന്യ, PP തൻഹ, റദന നൌഫൽ, മുഹമ്മദ് മിൻഹാജ്, ദിയ സുമേഷ്, ഫാത്തിമ ഫിയ, ഹംദ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാർത്തകളിലേക്ക്. പടന്ന ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് യൂണിഫോം വിതരണം ചെയ്തു. പടന്ന VKP ഖാലിദ് ഹാജി മെമ്മോറിയൽ MRVHSS സ്കൂളിലെ നിർധനരായ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് യൂണിഫോം തയ്ക്കുവാനുള്ള ധനസഹായവും ക്ലബ്ബ് പ്രവർത്തകർ നൽകിയിരുന്നു. സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MC ഷിഹാബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ GS സഫീർ ഫണ്ട് കൈമാറ്റം ചെയ്തു. S മനോജ്, P ഹരീന്ദ്രൻ, K പ്രകാശൻ, PKC നൌഫൽ, VK ശശികല തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ തുള്ളൽ കലാകാരൻ TV രത്നകുമാറിനുള്ള അനുമോദനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. ഇതേ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ലൈബ്രറിയും 2-3 വർഷമായി വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വായനശാലയാണ്. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. K ശൈലജ, K രവീന്ദ്രൻ, KP രാജശേഖരൻ, K ഗംഗാധരൻ, PV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂരിൽ പട്ടികജാതി കർഷകർക്കുള്ള പൂക്കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും ആത്മാ കാസർഗോഡും സംയുക്തമായി പട്ടികജാതി കർഷകർക്കുള്ള പൂക്കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം മേക്കയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഇതുമാത്രം കൃഷി ചെയ്ത് ജീവിക്കുന്ന വലിയ ഒരുപാട് കുടുംബങ്ങൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഓണത്തിനോ വിഷുവിനോ മാത്രം പൂ കൃഷി നടത്തുന്നത്, പൂ പ്രദർശനവും മറ്റും നടത്തുന്നതല്ലാതെ മറ്റു പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിലാണ്. അപ്പോൾ ഇതിന് ശരിയായ രീതിയിൽ കൃഷി നടത്തുകയാണെങ്കിൽ കൃഷി ഓഫീസർ രജീനയെ, ടൗൺ വാർഡ് മെമ്പർ ശശിധരൻ E, വാർഡ് മെമ്പർ രജീഷ് ബാബു M, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സതീശൻ P എന്നിവർ സംസാരിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ടെക്നിക്കൽ അസിസ്റ്റന്റ് അമൽ രാമചന്ദ്രൻ പൂക്കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊഴുമൽ പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനം ബഡ്സ് സ്കൂളിൽ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. സംഗീത ദിനത്തിൽ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് സംഗീത വിരുന്നൊരുക്കി കൊഴുമൽ പെരളം വായനശാല ആൻഡ് ഗ്രന്ഥാലയം. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന സംഗീതമഴയാണ് കുട്ടികൾക്കായി വായനശാല ഒരുക്കിയത്. കൊഴുമൽ വായനശാല ഗായക സംഘമായ മ്യൂസിക് ലവേഴ്സാണ് കൂക്കാനം ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കായി സംഗീത വിരുന്നൊരുക്കിയത്. മുന്നോടിയായി നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ലോക സംഗീത ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലോക യോഗ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇപ്പൊ രാവിലെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും യോഗ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഗീതത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നതാണ് നമുക്ക് ഏത് കാലത്തും മനസ്സിലാക്കാൻ. ചടങ്ങിൽ പാവൂർ ദാമോദരൻ അധ്യക്ഷനായി. MV രാധാകൃഷ്ണൻ മാസ്റ്റർ, K സന്തോഷ്, P ശ്യാമള, A ദീപിക, A രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ നാദധാരയും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു.
അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ, അതിൻ്റെ ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നോ ആ ഫൗണ്ടേഷന് മുകളിലാണ് നമ്മൾ ആ ബിൽഡിംഗ്. അത് ഒരു നിലയായിക്കോട്ടെ, 2 നിലയായിക്കോട്ടെ, 10 നിലയോ 15 നിലയോ എത്ര നിലയായിക്കോട്ടെ ആ ബിൽഡിംഗ് പടുത്തുയർത്തുക. ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആയിരിക്കുന്നോ എന്ന് പറയുന്നത് പോലെയാണ് SSLCക്കും +2നും നിങ്ങൾ നേടിയ വിജയം. അനുമോദന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മെന്റലിൻ മാത്യു, അസിസ്റ്റന്റ് മാനേജർ പ്രവീൺ കായക്കാട്ടിൽ, PTA പ്രസിഡന്റ് സോമി അറയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PD നാരായണി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് പാറേക്കുടിയിൽ, ബാലചന്ദ്രൻ, തേജസ് ഷിൻഡോ, മുൻ ഹെഡ് മാസ്റ്റർ MA ജിജി, ഹെഡ് മിസ്ട്രസ് PC സോഫി എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ എൻഡോവ്മെന്റുകളും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. സ്ത്രീ ശാക്തീകരണത്തിന് എന്ന പ്രമേയം മുൻനിർത്തി നാടെങ്ങും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കരിവെള്ളൂർ കുണിയനിലെ BJP പ്രാദേശിക നേതാവിന്റെ വീട് വളഞ്ഞ് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണിയനിൽ പ്രതിഷേധ യോഗം ചേർന്നു. കരിവെള്ളൂരിലും പരിസരങ്ങളിലുമുള്ളവർ കഴിഞ്ഞ കുറെ നാളുകളായി അജ്ഞാതന്റെ അക്രമ ഭീഷണിയിൽ. പ്രഭാത നടത്തത്തിനിറങ്ങുന്ന സ്ത്രീകളെ സ്കൂട്ടറിലെത്തുന്ന അക്രമി പ്രഹരമേൽപ്പിക്കുന്നതായി പരാതി. പ്രത്യേക അന്വേഷണ റിപ്പോർട്ടുമായി നെറ്റ്വർക്ക് ന്യൂസ് ടീം. ഇന്ന് ലോക സംഗീത ദിനം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് സ്നേഹപൂർവ്വം നൽകിയ പഴയൊരു സംഗീതോപകരണം നിധി പോലെ കാത്ത് സ്വന്തം നിലയിൽ പരിഷ്കരിച്ച് സൂക്ഷിച്ച് മജീഷ്യൻ കൂടിയായ അന്നൂരിലെ P. പത്മരാജ്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.